യഥാർത്ഥത്തിൽ ഫെബ്രുവരി 28 ഒരു ടേണിംഗ് പോയിന്റായി വരികയാണ്. ഈ യുദ്ധ സമയത്താണ് എല്ലാ കണ്ണുകളും ഇറാനിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ, പേർഷ്യൻ ഗൾഫിലേക്ക്, ഹോർമൂസിലേക്കൊക്കെ കേന്ദ്രീകരിച്ചപ്പോൾ സമാന്തരമായി ഇസ്രയേൽ ലെബനനെ ആക്രമിക്കുകയായിരുന്നു. ഹമാസിനെ കാണുന്നത് പോലെയല്ല ഹിസ്ബുള്ളയെ കാണുന്നത്. ഹിസ്ബുള്ള ഒരു ഭരണവിഭാഗം കൂടിയാണ്. ഈ നിലനിൽപ്പിന് വേണ്ടി ഇസ്രയേൽ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഏറ്റവും അധികം സമ്മർദ്ദം ചെലുത്തുക. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലും ലെബനനും 10 ദിവസത്തെ വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയി വധിക്കപ്പെട്ടതിന് പിന്നാലെയാണല്ലോ ഈ മേഖലയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടത്. ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കിയതോടെ ഇസ്രായേൽ ലെബനനിൽ കരയുദ്ധം ആരംഭിക്കുകയായിരുന്നു. ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഇറാൻ നിർബന്ധം പിടിച്ചിരുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ ഇറാന്റെ നിർബന്ധത്തിൽ ട്രംപ് വഴങ്ങിയതാണോ ഈ വെടിനിർത്തലിന്? അങ്ങനെ പറയുന്നവരുണ്ട്. ഇറാന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇസ്രയേലിന്റെ ലെബനൻ ആക്രമണം ട്രംപ് നിർത്തിവെപ്പിച്ചതും 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ ആയതും ഒരുപക്ഷെ പെർമനന്റ് ഒരു സൊല്യൂഷനിലേക്ക് നീങ്ങുന്നതും അതുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നോക്കൂ, ഇത് രണ്ടും ടാൻഡമായിട്ടാണ് പോകുന്നത്. ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണവും ഇറാൻ അമേരിക്ക ആക്രമണവും എല്ലാം തന്നെ ഒരേ സമയത്ത് സംഭവിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫെബ്രുവരി 28 ഒരു ടേണിംഗ് പോയിന്റായി വരികയാണ്. അന്നാണ് ഇസ്രായേലും അമേരിക്കയും ഒത്തുചേർന്ന് ഇറാനെ ആക്രമിക്കുന്നത്. ഈ ഒരു കൂട്ടപ്പൊരിച്ചിലിൽ മറന്നിരുന്നൊരു വിഷയമാണ് ലെബനനിലെ ഹിസ്ബുള്ള വിഷയം. അത് ഏറെക്കാലമായി ഇസ്രായേലിൻ്റെ ഒരു പെരനിയൽ പ്രോബ്ലം എന്ന നിലയിൽ ഇസ്രായേൽ കണ്ടിരുന്ന വിഷയമാണ്. ലെബനൻ്റെ തെക്ക് ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ള നിരന്തരം ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലയിലേക്ക് ആക്രമണം നടത്തുന്നു. ഇത് ഒരു കരാറിലൂടെ ആക്രമണം 2 വർഷം മുൻപ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലൊരു ഒരു കരാറിലൂടെ, അതായത് ഈ പീസ് പ്രോസസ്സൊക്കെ, ഗാസ പീസ് പ്രോസസ്സൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ള രംഗത്ത് നിന്ന് തൽക്കാലത്തേക്കെങ്കിലും മാറി നിന്നതാണ്. പക്ഷേ തുടർന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ചില ആക്രമണം ഉണ്ടായി. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ലെബനൻ്റെ മണ്ണിലേക്കുണ്ടായി. പക്ഷെ പൂർണ്ണ തോതിലേക്കുള്ള ആക്രമണം ഉണ്ടായത് ഫെബ്രുവരി 28, 2026 ശേഷമാണ്. അപ്പോൾ യുദ്ധം തുടർന്ന വെടിനിർത്തൽ രംഗത്ത് വരുന്നതിന് മുൻപ് 40 ദിവസം നിരന്തരം യുദ്ധത്തിലായിരുന്നല്ലോ. ഈ സമയം അത്രയും ഇസ്രായേൽ ഉപയോഗിച്ചത് ലെബനൻ്റെ തെക്ക് ഭാഗം, അതായത് ലിറ്റനി നദിയുടെ തെക്ക് ഭാഗം, അത് ഏതാണ്ട് ലെബനീസ് ടെറിട്ടറിയുടെ മൊത്തം ഭൂമിയുടെ ഒരു 10% വരും. അതാണ് ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തി മേഖലയാണ്. അവിടെ സുരക്ഷിതമാക്കി ഒരു ബഫർ സോൺ, ഒരു ഡീമിലിറ്ററൈസ്ഡ് ന്യൂട്രൽ സോൺ സൃഷ്ടിക്കുക. അങ്ങനെ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക. ഇതാണ് ഇസ്രായേലിൻ്റെ വിശാലമായ പദ്ധതി. അതിനനുകൂലമായ സമയമായി തിരഞ്ഞെടുത്തത് ഈ യുദ്ധ സമയത്താണ്. എല്ലാ കണ്ണുകളും ഇറാനിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ, പേർഷ്യൻ ഗൾഫിലേക്ക്, ഹോർമൂസിലേക്കൊക്കെ കേന്ദ്രീകരിച്ചപ്പോൾ സമാന്തരമായി ഇസ്രയേൽ ലെബനനെ ആക്രമിക്കുകയായിരുന്നു. ഇനി ഇതിൻ്റെ കരാർ എന്താണെന്ന് നോക്കാം. ഇസ്രയേൽ ലെബനൻ വിഷയം അവസാനിപ്പിക്കണം എന്നത് ഇറാൻ്റെ ഒരു തീരുമാനം, ഇറാൻ്റെ ഒരു ആവശ്യമാണ്. ഇറാൻ്റെ 10 നിർദ്ദേശങ്ങളിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമാണിത്. അപ്പോൾ ഇറാൻ പറയുന്നത് അമേരിക്ക തന്നെയാണ് ഇസ്രായേലിനെ പ്രോപ്പപ്പ് ചെയ്ത് നിർത്തുന്നത്. അതുകൊണ്ട് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അതുകൊണ്ട് തങ്ങളുടെ പ്രോക്സിയായ ഹിസ്ബുള്ളയെ ലെബനൻ്റെ മണ്ണിൽ കടന്നു ചെന്ന് നിരന്തരം ആക്രമിക്കുന്നത് നിർത്തിവെക്കണം. ഹിസ്ബുള്ളയ്ക്ക് തുടരാൻ കഴിയണം. കാരണം ഈ ഹമാസിനെ കാണുന്നത് പോലെയല്ല ഹിസ്ബുള്ളയെ കാണുന്നത്. ഹിസ്ബുള്ള ഒരു ഭരണവിഭാഗം കൂടിയാണ്. ഹിസ്ബുള്ളയുടെ MP മാരുണ്ട്. ഹിസ്ബുള്ളയുടെ പേരിലെന്നല്ല, ഹിസ്ബുള്ള സപ്പോർട്ട് ചെയ്യുന്ന MP മാരുണ്ട് ഭരണകൂടത്തിൽ. അപ്പം ഇസ്രായേലും ലെബനനും തമ്മിൽ ഇപ്പോൾ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ കരാറിൽ ഏർപ്പെടുന്നു. അല്ല എങ്കിൽ താൽക്കാലിക വെടിനിർത്തൽ ധാരണയിൽ എത്തുന്നു. ലെബനനുമായി മാത്രം ധാരണയിലെത്തിയിട്ട് എന്താണ് കാര്യം? ഹിസ്ബുള്ളയുമായിട്ടാണ് ധാരണയിലെത്തേണ്ടത്. ലെബനീസ് ഗവൺമെൻറ് പറഞ്ഞാലോ, ലെബനൻ്റെ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ സ്പീക്കറോ പറഞ്ഞാലോ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു അർദ്ധസേന വിഭാഗമല്ല ഹിസ്ബുള്ള. അതുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് കൂടി പങ്കാളിത്തമില്ലാത്ത ഏത് കരാർ ലെബനനും ഇസ്രായേലും തമ്മിൽ എത്തിച്ചേർന്നാലും
അതൊരു പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് ബാധകമാകില്ല. അതുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അവസാനിക്കണം എങ്കിൽ സമഗ്രമായ മേഖലാ ഉടമ്പടി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, അമേരിക്ക ഇറാൻ ഡീലിൻ്റെ ഒരു ഉപ ഡീലായി വേണമെങ്കിൽ ഇതിനെ കരുതാം, ഇസ്രായേൽ ലെബനൻ ഡീലിനെ കരുതാം. അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ. അതുകൊണ്ട് ഹിസ്ബുള്ളയെ മാറ്റി നിർത്തി ഇസ്രായേലും ലെബനനുമായി കരാറിൽ ഏർപ്പെടുന്നതിനോടോ അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക കരാറിൽ ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട് ഇറാൻ അമേരിക്ക കരാറിൽ ഏർപ്പെടുന്നതിനോടോ ആ രീതിയിൽ യോജിക്കാനാവില്ല. കാരണം അത് ഭാഗികം മാത്രമാണ്. ഒരു വേണ്ടത് ശാശ്വതമായ പരിഹാരങ്ങളാണ്, കോംപ്രിഹെൻസീവ് സൊല്യൂഷനാണ്. ലെബനനിൽ വ്യാപക ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരുന്നത്. ലെബനനാണ് തുടക്കമിട്ടത് എങ്കിൽ കൂടി ഇതുവരെ ലെബനനിൽ 2000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 12 ലക്ഷത്തോളം പേർക്ക് വീടുകൾ നഷ്ടമാകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തെക്കൻ ലെബനാനിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന കരയുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കാൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ട്രംപ് ഈ ഒരു വെടിനിർത്തൽ വന്നതായിട്ട് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇസ്രായേലുമായി ഏറ്റുമുട്ടുന്ന ഹിസ്ബുള്ളയെ കുറിച്ച് ട്രംപിന്റെ പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ശാശ്വത പരിഹാരം ഉണ്ടാകുമോ? കാരണം ഇപ്പോഴും ഇസ്രായേൽ പറയുന്നത് പിന്മാറില്ല എന്നൊക്കെയാണ്. പ്രകോപനപരമായ പ്രസ്താവനയാണ് നെതന്യാഹു നടത്തിയിരിക്കുന്നത്. നെതന്യാഹുവിൻ്റെ പ്രസ്താവനകൾ പലപ്പോഴും വളരെ പ്രകോപനപരമാണ്. ഈ നിലനിൽപ്പിന് വേണ്ടി ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഏറ്റവും അധികം സമ്മർദ്ദം ചെലുത്തുക, ചുറ്റുപാടുകളുടെ മേൽ പരമാവധി സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുക വഴി തങ്ങൾക്ക് നേരെ വരാനുള്ള സമ്മർദ്ദത്തിൻ്റെ തോത് കുറച്ചുകൊണ്ട് വരിക. ഇത് ചരിത്രപരമായി ഇസ്രായേൽ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. കാരണം വലിയ ഒരുപാട് പ്രതിബന്ധങ്ങളോട് പടവെട്ടി തന്നെയാണ് ഇസ്രായേൽ അവരുടെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്തെടുത്തത്. യഥാർത്ഥത്തിൽ ഒരു 1948 രാജ്യം ജൂതരാഷ്ട്രം നിലവിൽ വരുന്ന സമയത്ത് അവർ കൈവശം വെച്ച ടെറിട്ടറിയേക്കാൾ വളരെ കൂടുതൽ ഡിഫാക്റ്റോ ടെറിട്ടറിയാണ് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത്. അതാണ് പലസ്തീൻ്റെ മണ്ണ്. വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗത്ത് പലയിടത്തും ഇസ്രായേലെ സെറ്റിൽമെൻറ്റിലൂടെ ഇസ്രായേൽ വ്യാപിക്കുന്നത് കണ്ടു. പിന്നീട് ഈ ഗോലാൻ കുന്നുകൾ, സിറിയയുടെ കൈവശമായിരുന്ന ഗോലാൻ കുന്നുകളുടെ പ്രാക്ടിക്കൽ നിയന്ത്രണം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശമാണ്. ഭൂരിപക്ഷം ഗോലാൻ കുന്നുകളുടെ ഭൂരിപക്ഷം പ്രദേശം 3/2 ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശമാണ്. അതിനുശേഷം ഒരു ബഫർ ഏരിയ, ഡമാസ്കസ് ഒക്കെ വരെ പോകുന്നതിന് മുൻപ് ഒരു ബഫർ ഏരിയയും കൂടെ സൃഷ്ടിക്കുക എന്നത് ഇസ്രായേലിൻ്റെ ഒരു രീതിശാസ്ത്രമായി മാറുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഹിസ്ബുള്ളയെ പൂർണ്ണമായി ഫിനിഷ് ചെയ്യാൻ നെതന്യാഹുവിന് കഴിയുന്നില്ല. കാരണം 1982 മുതൽ ഹിസ്ബുള്ള ഫൈറ്റിങ്ങിലാണ്. അതായത് അത് ഫോം ചെയ്തത് തന്നെ പലസ്തീനിയൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്ത ഒരു സംഘടനയാണ് ഹിസ്ബുള്ള. അപ്പോൾ ഷിയ മിലിഷ്യാസ് ആണത് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ അത് ലെബനൻ്റെ മണ്ണിലാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത് എങ്കിലും അവരുടെ പ്രധാന ടാർഗറ്റ് ഇസ്രായേലാണ്. അതിനുള്ള കാരണം ഇസ്രായേൽ നടത്തുന്ന പലസ്തീൻ അധിനിവേശമാണ്. അപ്പോൾ ഈ പലസ്തീൻ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമേ ലെബനൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഹിസ്ബുള്ളയ്ക്ക് അടങ്ങിയിരിക്കാനാവൂ. അതുകൊണ്ട് ഇവിടെ ഇറാൻ വഴങ്ങണം. അതേപോലെ തന്നെ പലസ്തീൻ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഇസ്രായേൽ സഹകരിക്കണം. അങ്ങനെ പലസ്തീൻ വിഷയം പരിഹരിക്കപ്പെടുകയും പൂർണ്ണമായി പരിഹരിച്ചില്ല എങ്കിൽ പോലും ഒരു സ്വയംഭരണ പലസ്തീൻ, അവിടെ ഒരു രീതിയിലുള്ള യുദ്ധം ഉണ്ടാകരുത്, ഇസ്രായേൽ കൂടുതൽ എൻക്രോച്ച്മെൻറ്റ് ഉണ്ടാകരുത്, ഗാസയുടെ ഒരു സ്വയം നിർണയ അവകാശം അംഗീകരിക്കണം. അങ്ങനെയെങ്കിലും ഒരു ഭാഗികമായിട്ടെങ്കിലും സ്ട്രെയിൻഡ് ആയ പീസെങ്കിലും അവിടെ നിലവിൽ വരും. അങ്ങനെയെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് മറ്റൊന്നും പറയേണ്ടതില്ല. അപ്പോൾ സ്വാഭാവികമായി ഇറാൻ ഹിസ്ബുള്ളയെ സഹായിക്കുന്നത് ഭാഗികമായിട്ടെങ്കിലും നിർത്തിവെക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിൻ്റെ ഫോർമേഷൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ ഈ ഗാസയും വെസ്റ്റ് ബാങ്കും അടങ്ങുന്ന പലസ്തീൻ്റെ ഒരു മോചനം എന്നതായിരിക്കെ, പല ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതായിരിക്കെ അടിസ്ഥാന വിഷയം പരിഹരിക്കാൻ ഒരു ശ്രമമാണ് വേണ്ടത്. അല്ലാതെ ഇസ്രായേലും ലെബനനും കൂടി ഒരു കരാർ ഏർപ്പെടുകയും അത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. ലെബനനുമായി കരാർ ഏർപ്പെടുക, അങ്ങനെ ലെബനൻ്റെ ഗവൺമെൻറ്റിന് ചുമതലയാകും. അപ്പോൾ ഹിസ്ബുള്ളയെ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുക. പക്ഷെ ലെബനീസ് സർക്കാരിന് ഒന്നും ചെയ്യാനാവില്ല. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസറല്ല വധിക്കപ്പെട്ടു. ഹിസ്ബുള്ളയുടെ ഒരുപാട് നേതാക്കന്മാർ പേജർ സ്ഫോടനം, അത് ഇസ്രായേൽ ആസൂത്രണം ചെയ്ത പേജർ സ്ഫോടനമാണ്. അതൊരു വളരെ വളരെ ഇന്നൊവേറ്റീവായ ഒരു നീക്കമാണ്. ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. ട്രാക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ് മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ച് പേജർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ്. പക്ഷെ ആ പേജറിൽ മോളുകൾ പ്ലാന്റ് ചെയ്തുകൊണ്ട്
അത് പോക്കറ്റിൽ കിടന്ന് അല്ലെങ്കിൽ വളരെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയാണ്. നൂറുകണക്കിന് പേരാണ് ഹിസ്ബുള്ളയുടെ ഫൈറ്റേഴ്സാണ് അവിടെ മരിച്ചു വീഴുന്നത്. ഇത് അപ്രതീക്ഷിതമായൊരു തിരിച്ചടിയായിരുന്നു. പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് റീഗ്രൂപ്പ് ചെയ്യാൻ സാധിച്ചു. വീണ്ടും അവർക്ക് സഹായങ്ങൾ പല രൂപത്തിൽ ലഭിച്ചു, ഇറാനിൽ നിന്നുൾപ്പെടെ. അങ്ങനെ ഇസ്രയേലിനൊരു വലിയ ആത്യന്തികമായ ഒരു ത്രെട്ട് തന്നെയാണ്. ഹിസ്ബുള്ളയുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കണം എന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെങ്കിലും ഇതിനൊരു കൾച്ചറൽ വിങ്ങുണ്ട്, പൊളിറ്റിക്കൽ വിങ്ങുണ്ട്, സോഷ്യോ എക്കണോമിക് വിങ്ങുണ്ട്, ഒരു ഫൈറ്റിംഗ് മിലീഷ്യ കൂടിയാണ് ഹിസ്ബുള്ള. അതുകൊണ്ട് ഹമാസിനെ പോലെ തന്നെ മൾട്ടി പ്രോങ്ഡ് ഒരു സ്ട്രാറ്റജിയാണ് ഹിസ്ബുള്ളയുടേത്. അതായത് ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സംഘടനയല്ല, കേവലം ഒരു ഫൈറ്റിംഗ് മിലീഷ്യ മാത്രമല്ല ഹിസ്ബുള്ള. ഒരു സാംസ്കാരിക മുഖമുണ്ട്, ചിലതൊക്കെ ചെയ്യുന്നു. അപ്പോൾ എല്ലാമൊന്നും ഹിസ്ബുള്ള ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും യോജിക്കാനാവില്ല പലർക്കും. പക്ഷേ അവരുടെ ഓപ്പറേഷണൽ ഡൈനമിക്സിനോടും യോജിക്കാനാവില്ല. പക്ഷേ അവരുയർത്തുന്ന ചില വാദഗതികളുണ്ട്. അതായത് അവരുടെ മണ്ണിന് സുരക്ഷിതത്വം വേണം. ലെബനൻ്റെ മണ്ണിലേക്ക് നിരന്തരം ഇസ്രയേൽ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ അത് അവസാനിപ്പിക്കണം. 80കളിലൊക്കെ എത്ര വർഷമാണ് ഇസ്രയേൽ ലെബനൻ്റെ മണ്ണിൻ്റെ സിംഹഭാഗവും പിടിച്ചു വച്ചിരുന്നത്. അതിൽ നിന്നും ലെബനനെ മോചിപ്പിക്കാനായി ഉണ്ടായ ഒരു സൈനിക വിന്യാസം കൂടിയാണ് ഈ ഹിസ്ബുള്ളയുടെ സൈനിക യൂണിറ്റുകൾ. അതുകൊണ്ട് അപ്പം ഗസ വിഷയം മാത്രമല്ല, ലെബനൻ്റെ തന്നെ മോചനം, അതിന് ലെബനീസ് ആർമി ഫൈറ്റ് ചെയ്താൽ പോരാ. അപ്പം ലെബനൻ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി അല്ലേ. അവിടെ ചെറിയ തോതിൽ ഷിയാകളുണ്ട്, സുന്നി മുസ്ലിം പോപ്പുലേഷനുണ്ട്. അപ്പോൾ അതൊക്കെ ഇവർക്ക് തമ്മിലൊരു പവർ ഷെയറിങ് അവിടെ ഭംഗിയായി നടക്കുകയാണ്. ലെബനൻ പൊതുവേ വളരെ നിരുപദ്രവകാരിയായ ഒരു രാജ്യമാണ്, വളരെ ചെറിയ രാജ്യമാണ്. ബൈബിളിലൊക്കെ പറയുന്ന ദേവദാരുക്കളുടെ നാട്. ലെബനൻ്റെ മണ്ണുമായി കേരളത്തിനൊക്കെ വളരെ കാലമായിട്ടുള്ള ബന്ധമുള്ളതായി പല ചരിത്രരേഖകളും പറയുന്നു. ആ വെസ്റ്റ് ഏഷ്യൻ പ്രദേശത്ത് നിന്ന് വന്നിരിക്കുന്ന കപ്പലുകൾ, ബൈബിളിൽ ഉൾപ്പെടെയുള്ള പരാമർശങ്ങളിൽ പലതും ഹീരാമിൻ്റെ കപ്പലുകൾ, തർശീസ് കപ്പലുകൾ ഓഫറിൽ നിന്ന് പൊന്നും ദന്തവും ഒക്കെയായി പോയി എന്ന് പറയുമ്പോൾ അതൊക്കെ ലെബനീസ് കോസ്റ്റിൽ നിന്നും വന്ന ഒരു കപ്പലുകളായിട്ടാണ് പൊതുവെ വിവക്ഷിക്കുന്നത്. അതുപോലെ ലെബനൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കളർ ഡൈ, ലെബനൻ തീരത്ത് ഉള്ള ഒരു ഒച്ചിൻ്റെ പുറന്തോടിൽ നിന്നെടുക്കുന്ന ഡൈ ആണ് ധൂമ്രവർണ്ണം. രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ വസ്ത്രം, ആ ഒരു ധൂമ്രവർണ്ണ വസ്ത്രം ഉണ്ടാക്കുന്നതിനുള്ള ഡൈ അല്ലെങ്കിൽ കളറിങ് ഏജൻറ്റ് അതും കടന്നു വന്നിട്ട് ലെബനിൽ നിന്ന്. അപ്പോൾ ചരിത്രപരമായി കേരളത്തിലേക്ക് പല കാര്യങ്ങളും വന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. അതാണ് ചരിത്രം പറയുന്നത്. ഈ ചരിത്രാതീത കാലം എന്ന് പറയുന്നത് കെട്ടുകഥയായിട്ട് നമുക്ക് കാണാം, പക്ഷേ ചരിത്രത്തിൽ തന്നെ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ലെബനൻ എക്കാലത്തും സമാധാനം ആഗ്രഹിച്ചിരുന്ന ട്രേഡിങ് ഒരു മൈൻഡുള്ള ഒരു രാജ്യമാണ്. അവിടെ പിന്നീടാണല്ലോ മുസ്ലിം ഇസ്ലാം മതം വരുന്നതും അവിടെ നിന്നും ഷിയ സുന്നി വിഭാഗങ്ങളുടെ ഒരു പോരാട്ടഭൂമിയായൊക്കെ വരുന്നു. ഇതെല്ലാം തന്നെ ലെബനനെ ഒരു വലിയൊരു സാംസ്കാരിക ഭൂമികയായിട്ട് മാറ്റുകയാണ്. പക്ഷേ ഇസ്രയേലുമായി ഉള്ള വിഷയം ലെബനൻ്റെ രാജ്യത്തിൻ്റെ വിഷയമല്ല, മറിച്ച് ലെബനൻ ഹോസ്റ്റ് ചെയ്യുന്ന ഹിസ്ബുള്ള അവിടെ തന്നെയുള്ള ആളുകളുമാണ്. ജൈവികമായി വളർന്നു വന്ന ഒരു പ്രതിരോധ പ്രക്രിയയാണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചൊക്കെ പേര് വെളിയിൽ നിന്ന് വന്ന ആളുകളുമുണ്ട്, ഇറാൻ കണക്ഷൻസ് ഉള്ള ആളുകളുടെ സാന്നിധ്യവും അവിടെയുണ്ട്. ഇതെല്ലാം തന്നെ ഇസ്രായേലിന് ഒരുക്കുന്നത് വലിയ ഭീഷണിയായി ഇസ്രായേൽ കാണുന്നു. അതുകൊണ്ടാണ് ലെബനൻ്റെ മണ്ണ് ഒരു കാരണവശാലും ഭാവിയിൽ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാൻ ഇടവരരുത് എന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഡീലിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ അതൊരു ശാശ്വതമായ ഡീലാണെങ്കിൽ അത് വെച്ചുകൊണ്ട് ഈ 10 ദിവസത്തെ വെടിനിർത്തലും ലെബനൻ ഇസ്രായേൽ വെടിനിർത്തലും അതിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഡീലും ഒരുപക്ഷെ ആത്യന്തികമായി അമേരിക്ക ഇറാൻ ഡീലിൻ്റെ ഒരു കൺസോളിഡേഷന് വേണ്ടി സാധിക്കും. കാരണം ഇറാൻ പറയുന്നത്, തങ്ങൾ പറയുന്ന ഒറ്റ കാര്യമെങ്കിലും അമേരിക്ക അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ കാര്യം അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് അമേരിക്കയ്ക്ക് അംഗീകരിപ്പിക്കാമെങ്കിൽ ഇസ്രായേൽ ഇറാൻ ശത്രുതയും അമേരിക്കയുടെ പ്രേരണയാൽ ഒരു പരിധിവരെ ആത്യന്തികമായ ശത്രുത ഉണ്ടാവും, പക്ഷെ ആക്രമണം ഉണ്ടാവില്ല എന്ന ഉറപ്പുകൾ അമേരിക്കയ്ക്ക് ഇറാന് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇറാൻ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് മീനിങ് ഫുൾ ആയിട്ട് വരും എന്ന പ്രതീക്ഷയാണ് ലോകത്തിനുള്ളത്.